ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാറിംഗ് മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഒരു ഗ്രാമത്തെ മുഴുവനും ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കിയ ഒരു ഉരുൾപൊട്ടലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാട്ടിൽ സംഭവിച്ചത്. ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയത്തും ഈ ഗ്രാമങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരം. കാരണം ഈ രണ്ട് ഗ്രാമങ്ങളെയും അവിടുന്ന് ഉരുൾ പൂർണ്ണമായിട്ടും കൊണ്ടുപോയി. ഇതിനോടകം ഒരുപാട് പേര് അവിടെ മരണപ്പെട്ടു. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഒരുപാട് പേര് തങ്ങളുടെ കൂടപ്പിറപ്പുകളെയെല്ലാം കാത്ത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ് അവരത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഈ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു 15-കാരൻ മുഹമ്മദ് ഹാനി അന്ന് രാത്രിയത്തെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. തൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും, പെങ്ങന്മാരെല്ലാവരും പോയി. ഇനി തനിക്ക് ബാക്കിയുള്ളത് തൻ്റെ ഉമ്മൂമ്മ മാത്രമാണെന്ന് വളരെ സങ്കടത്തോടു കൂടി ഈ മുഹമ്മദ് ഹാനി എന്ന് പറയുന്ന ആ ഒരു 15-കാരൻ വിവരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സന്തോഷത്തോടെ എന്താ വെച്ചാ അന്ന് രാത്രി ഞങ്ങൾ കളിക്കുന്നത് വീട്ടിലെ കുഞ്ഞു പെങ്ങന്മാരും അവരെല്ലാവരുമായിട്ട് കളിക്കുന്നത്. ഞാൻ മീഡിയ ആയിട്ടും ബാക്കിയുള്ളവർ അവിടുത്തെ രക്ഷാപ്രവർത്തകനായിട്ടും ഫോണും ടോർച്ചൊക്കെ ഇങ്ങനെ മരിപ്പായിട്ടും അങ്ങനത്തെ കളിയാണ് ഞാൻ പറയുന്നുണ്ട്. മഴ കൂടുതൽ അങ്ങനെ വല്യമ്മ വരെ ഉണ്ടായിരുന്നു കളിക്ക്. അതായത് വൈകുന്നേരം മഴയൊക്കെ ഭയങ്കര ആയതുകൊണ്ട് വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ടതൊക്കെ പറ്റി നിങ്ങളൊരു ഇതായിട്ട് നീ റിപ്പോർട്ടറായിട്ടല്ലേ കളിക്കായിരുന്നു. അതിന് നമ്മളിപ്പോ വിശ്വസിക്കുന്നില്ല അത് സംഭവിക്കുന്നൊന്നും. അതിന് മുൻപ് ഞങ്ങള് ഒരു 11:30 ഫുഡ് കഴിക്കുക. ഉമ്മ എന്താ പറയാ, ഉമ്മ 8:30 നേരത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉമ്മാനോട് പോയി ചോദിച്ച, എൻ്റെ ഉമ്മ ഇന്ന് ഇത്ര നേരത്തെ ഫുഡ് ഉണ്ടാക്കുന്നേ? ഉമ്മ പറയുന്നില്ല. ഉമ്മ എന്ത് വെച്ചാൽ ഇങ്ങനെ ആക്കല. അത് ഭയങ്കര ഇതായിപ്പോയി, എന്താ പറയാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഉരുൾപൊട്ടി പോകുമ്പോ എല്ലാവർക്കും ഒപ്പം പോവാനാണോ? അപ്പൊ ഉമ്മച്ചി അപ്പൊ തന്നെ അടിച്ചു പറഞ്ഞു, പോവാണെങ്കിൽ അങ്ങനെ പോണല്ലേ നല്ലത്. അത് മഴ കൊണ്ട് അവിടെ എന്തെങ്കിലും ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് ആശങ്കയിൽ നിങ്ങൾ താഴെ ക്വാർട്ടേഴ്സിലേക്ക് മാറി. നിങ്ങളും നിങ്ങളെ ഉപ്പാന്റെ അനിയന്റെ കുടുംബമാണോ? അന്ന് രാത്രി തന്നെ ചെറുതായിട്ട് മഴ പെയ്തിട്ട് ചെറിയൊരു ഉരുൾപൊട്ടലല്ല, മലവെള്ളപ്പാച്ചിലുണ്ടായതുകൊണ്ട് അവർ അന്ന് രാത്രി ഒരു 2 മണിക്ക് ഞങ്ങളെ വീട്ടിലോട്ട് വന്നതാ. പിന്നെ അവര് പോയിട്ടില്ല. എല്ലാരും കൂടിയായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങള് കടക്കാല തീരുമാനം അങ്ങനെ എല്ലാരും കിടന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് അറിയും മഴ പെയ്യുമ്പോ. എന്താ വെച്ചാ പുറത്ത് ആസ്പെറ്റോന്റെ ഷീറ്റാണ്. പെട്ടെന്നൊരു ഒരലക്കുണ്ടായി. ഞാൻ പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞാൻ അങ്ങനെ നീച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ ചുമരിലേക്ക് നോക്കുമ്പോ ചുമര് ഫുള്ള് ഇങ്ങനെ വിള്ളുന്ന. ആ സൈഡില് എന്റെ അപ്പുറത്ത് വല്യമ്മ, ഉമ്മച്ചിയും ഉപ്പച്ചിയും അനിയനും നിലത്ത്, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അപ്പുറത്തെ സൈഡില് ഒരു റൂമിലാണ് ഈ കിടക്കുന്നത്. പിന്നെ അപ്പുറത്ത് കസിനും താത്തയും, പിന്നെ അപ്പുറത്തെ റൂമില് ആപ്പാപ്പയും മേമയും ഉപ്പച്ചിന്റെ അനിയനും ഭാര്യയും അവിടെ ഒരു ഓരോ മോളും. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നീച്ചു. ഇങ്ങനെ ചുമര് ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഒരു കുലുങ്ങി വീടൊന്ന് ഫുള്ള് ഷെയ്ക്ക്. അപ്പൊ ഞാൻ മെച്ചി പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോ തന്നെ ഞാൻ ബാക്കോട്ട് തെറിച്ചു പോന്ന്. ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ അടിയിലോട്ട് അങ്ങനെ പോവാ. മണ്ണിന്റെ അടിയിലോട്ട് അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഞാൻ കൈ പൊന്തിച്ച്. ആ കൈ പൊന്തിച്ച ടൈമിന് എനിക്ക് ഒരു ജനൽ കിട്ടി. ആ ജനലിനെ പിടിച്ച് കയറി. അപ്പുറത്തെ സൈഡിൽ ഉമ്മ ഉണ്ട്. ഉമ്മ ഇങ്ങനെ ഉമ്മാന്റെ കൈയൊക്കെ ഇങ്ങനെ പൊന്തുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ ഉമ്മ ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ഈ ജനലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല, ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ അങ്ങനെ താഴോട്ട് പൂന്തി അങ്ങനെയാ പോകും. ഞങ്ങള് വീട് പറയുമ്പോ ഒരു കടന്റെ മേലായിട്ടാണ് വീട്. അപ്പോ അത്രക്ക് താഴ്ചയിൽ ഞാൻ പോവും. അപ്പൊ എന്തൊക്കെ ദൈവം എന്തോ അവിടെ ഒരു റോഡ് ഇട്ട് തന്ന പോലെ ഞാൻ അങ്ങനെ അതിലൂടെ പോയി വല്യമാനെ പൊന്തിച്ചും അവിടെ ഒരു കമ്പിമാനോട് പറഞ്ഞ ആ കമ്പിയമ്മ പിടിച്ച് നിക്കാന്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന, എന്റെ മേലെ സ്ലാവാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഉമ്മന്റെ നേരെ ഞാൻ ഉമ്മാനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഉമ്മാമന്റെ കാര്യമാണോ പറഞ്ഞത്? വല്യമ്മാന്റെ ആയിഷ വല്യമ്മാന്റെ കാര്യം. ഇപ്പൊ ആശുപത്രിയിലുള്ള ഐസി.
ഞാൻ ഉമ്മാനെ ഇങ്ങനെ നോക്കി, ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങനെ ഹാഫായിട്ടാ ചുമര്, ഇങ്ങോട്ട് നോക്കുമ്പോ അവിടെ മല, ഇങ്ങോട്ട് നോക്കുമ്പോ വലിയ പെട്ടെന്ന് മലയെന്നൊരു ശബ്ദം വന്ന് കല്ലുകളൊക്കെ കൂട്ടിയിടിച്ച് വരുന്ന. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ കാണുന്ന സീൻ എന്താ പറയാ, ഇങ്ങനെ ഒരു ആ പ്രദേശത്ത് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ അടിച്ച് തുടച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു, അപ്പൊ എനിക്ക് മനസ്സിലായി മലന്റെ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ട് വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ ഏകദേശം വീടുകളൊക്കെ പോയിട്ടുണ്ട്, ടൗണിലില്ല, ടൗണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. വീട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയപ്പോ അവർക്ക് ചിലപ്പം ബോധം പോയിട്ടുണ്ടാവാം. അപ്പൊ ആ വെള്ളം തട്ടിയ ടൈമിന് അവർ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. സമാധാനം എന്താ വെച്ചാൽ അവർക്ക് ജീവുണ്ട്, അത്ര കടന്റെ ഹൈറ്റിലേ കേറിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇവർക്ക് സ്റ്റെയർ കേസ് കൂടെ കയറി മേലേക്ക് ചാടി രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ സെക്കൻഡും കൊണ്ട് രണ്ടാമത്തെ വന്ന് ഒരു കൂക്കുന്ന ശബ്ദം അങ്ങനെ കേട്ടും കൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് രണ്ടാമത്തെ വന്ന അത് വല്ലാത്ത എന്താ പറയാ, അടിച്ചു വന്ന് അടിച്ച് കയറി വന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാം പോയി. ഞാൻ അപ്പൊ തന്നെ അവിടെ ഒരു 4 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരയാനുള്ളതൊക്കെ ഞാൻ കരഞ്ഞ് തീർത്ത്. അങ്ങനെ ഞാന് ഇനി മുന്നിൽ ദൈവം മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായി. ഈ പൊട്ടുന്നതിന്റെ മുമ്പ് എന്റെ നേരെ ഈ കുറച്ച് വ്യത്യാസത്തിൽ എന്റെ ഒരാളുണ്ടായിരുന്നു. ഈ ഷെയ്ക്ക് ഇളകിയ ടൈമിന് ഞാൻ വിചാരിച്ചു ഞങ്ങളെ രക്ഷിക്കൂ അദ്ദേഹം ഫോണിന്റെ ഫ്ലാഷ് അടിച്ചു. ഞാൻ കൈ പൊന്തിച്ച ടൈമിന് അയാൾ ഓടി. അത് കേട്ടിട്ടുണ്ടാവാം, അറിയാം. ഞാന് ഫുള്ള് ചളിയിലാണ്. ഞാൻ പേടിച്ചിങ്ങനെ വിറക്കുന്നുണ്ട്. ഞാൻ വിറക്കുന്നതാണോ വീട് വിറക്കുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഫാമിലി മുഴുവൻ പോയിക്കുന്ന, ഇവിടെ താമസിക്കുന്നവരും എന്റെ ക്യാമ്പിലും മെച്ചിന്റെ ഫാമിലിയും എല്ലാരും പോയിക്കുന്നതാണ് എന്റെ വിചാരം. അപ്പൊ ഞാന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എല്ലാരും പോയി, ഇനി എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ എന്നെ നോക്കൂലേന്ന്. അപ്പോഴാണ് പിന്നെ ഉമ്മാന്റെ ശബ്ദം വരുന്നത്. ഉമ്മ പറയുന്നുണ്ട്, ആ മോനെ ഞാൻ എന്നെ നോക്കാന്ന് ഉമ്മ എന്നോട് പറഞ്ഞ്. അത് ഭയങ്കര ഇതായിപ്പോയി. എന്താ പറയാ, ഉമ്മ ആ ഒരു ബലത്തിൽ ഒന്നും കൂടി പിടിച്ചു നിന്ന്. ഉമ്മ അപ്പൊ ചോദിക്കുന്നുണ്ട് ഫാമിലീസിനൊക്കെ അവർക്കൊക്കെ എന്താ പറ്റിയ. അപ്പൊ ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ ഒന്നും മിണ്ടാണ്ട് തന്നെ ഇരുന്നു. ഞാൻ ഇങ്ങനെ ഉമ്മാനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഉമ്മ അടുത്ത പൊട്ടല് വന്ന 2 പ്രാവശ്യം പൊട്ടി, ഇനി എപ്പോ വേണമെങ്കിലും ഞാൻ നിൽക്കുന്ന ആ ഭാഗം അമ്പരക്കാം. ഈ രണ്ടാമത്തെ പൊട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ഞാൻ വീട്ടിലല്ല, ഞാൻ വേറെ സ്ഥലത്തോട്ട് തെറിച്ചു പോയിട്ടുണ്ടെന്ന്. അപ്പോ ഈ സ്ഥലം എപ്പോ വേണമെങ്കിലും എന്താവാ താഴോട്ട് പോവാ. അപ്പോ താഴോട്ട് പോകുമ്പോ ഞാനും ഉമ്മയും ആ ഒരു ഇതിന്റെ അടിയിൽ, അപ്പോ താഴോട്ട് പോകുമ്പോ ഞങ്ങളും അതിൽ പെടും. അങ്ങനെ എന്താ പറയാ, ഇനി പിന്നെ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി കൊറേ പ്രാർത്ഥിച്ചു. എന്താ വെച്ചാൽ ഇത്ര മണ്ണ, ഇനി മഴ പെയ്താൽ വെള്ളം കൂടും. ഇങ്ങനെ ഒരു ഫ്ലാറ്റിന്റെ മേലെ ഇങ്ങനെ തൂങ്ങി നിക്കുന്ന അതേപോലെ ഒരു കമ്പിമ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ കാല് വെക്കാൻ പോലും സ്ഥലമല്ല, ഇങ്ങനെ തൂങ്ങി നിക്കുക. വെള്ളം ഇങ്ങനെ ഇത്ര എത്തിയിട്ടുണ്ട്. ഉമ്മ പറയുന്നുണ്ട്, മോനെ ഈ എങ്ങനെങ്കിലും രക്ഷപ്പെടും മോനെ, ഇന്റെ കാലം കഴിഞ്ഞ് ഞാൻ എന്തായാലും മരിക്കും. ഉമ്മാനോട് ഞാൻ പറഞ്ഞ അവിടെ തന്നെ ഇരുന്ന ഉമ്മ, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അങ്ങനെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, വേണ്ട മോനെ ഈ എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെട്, ഇന്റെ കാലം കഴിഞ്ഞ് എനിക്കിനി ആയുസില്ല. എനിക്കതൊക്കെ കേട്ടപ്പോ ഭയങ്കര, ഇനിയിപ്പോ ആകല്ലത് ഉമ്മയും കൂടി ഇങ്ങനെ പറയുമ്പോ ഭയങ്കര ഫീൽ ആയിപ്പോയി. അത് എന്താ പൈപ്പിന്റെ കമ്പിയില്ലേ, ഈ കമ്പി ഇങ്ങനെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ തൂങ്ങി നിക്കുക. എന്താ വെച്ചാ ഇത് ഏത് ടൈമും പൊട്ടിയാ ഞാൻ അങ്ങനെ താഴോട്ട് പോകും. പെട്ടെന്ന് ഞാൻ കൈ പൊന്തിച്ച് ഈ കൈ ഞാൻ പൊന്തിച്ച് ആ ടൈമിന് എനിക്ക് കൊടന്റെ കമ്പി കിട്ടി, ടാറ്റസ്കൈന്റെ. അതിലോട്ട് ഞാൻ പിടിച്ചിട്ട് കയറി. അപ്പൊ ഞാൻ കാണുന്നത് ഫുള്ള് കടല. ഞാൻ നിക്കുന്ന അയൽവാസിന്റെ വീട് വെച്ച് ബാക്കി ഫുള്ള് കടല. അപ്പോ ഞാൻ അവിടെ നിന്ന് കൂക്കി അലറി വിളിച്ച് അങ്ങനെ രാവിലെ ഒരു 6:30 ആകുമ്പോ
ആ പ്രദേശത്തിലെ രക്ഷാപ്രവർത്തകർ തന്നെ വന്ന് എൻ്റെ കൂക്ക് കേട്ട് വന്ന്. അപ്പൊ ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ വർത്താനം പറയുമ്പോഴാണ് ഈ മോള് വീടിന്റെ മേലെയാണോ എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ്. ഏറെ സങ്കടത്തോടാണ് മുഹമ്മദ് ഹാനി എന്ന് പറയുന്ന ഈ ഒരു 15-കാരൻ ഈ ഒരു അവിടെ അന്ന് രാത്രി സംഭവിച്ചതെല്ലാം പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് ആ ഒരു 15 വയസ്സുകാരൻ, ഏകദേശം ഒരു 10ാം ക്ലാസ്സിലായിരിക്കും അവൻ പഠിക്കുന്നുണ്ടാവും. അവൻ പറയുന്നത് പഠിച്ച് വലുതായിട്ട് വേണം എനിക്ക് എൻ്റെ ഉമ്മാനെ UK കൊണ്ടുപോകാനും. അവൻ്റെ ഒരു സ്വപ്നമായിരുന്നത്. പക്ഷേ പഠിച്ചവൻ്റെ വിധി വേറൊന്നായിപ്പോയി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് അവിടെ വയനാട്ടിൽ നടന്നത്. ചാലിയാർ പുഴയിൽ ഇന്നലെയും കിട്ടിയിട്ടുണ്ട് ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ. കൈയും കാലും തലയും മാത്രമൊക്കെ. ഇനിയും 170ഓളം പേരവിടെ കണ്ടെത്താനുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് വയനാടിൻ്റെത്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.